ശ്രീ എസ് ഡിന്നി, കേണൽ എസ് ഡിന്നി കൂടി ചേരുകയാണ്. ശ്രീ എസ് ഡിന്നി, ഇക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീ സിബി സത്യൻ ഇവിടെ പറഞ്ഞ കാര്യം ഇത് ബി.ജെ.പിക്ക് നാണക്കേടാണ്. അമിത്ഷാ 17 ദിവസമാണ് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. അതും ഒരു പ്രസ്താവനയുടെ പേരിൽ, ഒരു പ്രസ്താവന മാത്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ശരി, ഡിന്നി അതിനുള്ള മറുപടി. ശ്രീ മഞ്ജുഷ്, ഫസ്റ്റ്ലി ഞാനൊരു 2 മിനിറ്റ് താമസിച്ചു പോയി, വേറൊരു പരിപാടിയിലായിരുന്നു, അതിന് ക്ഷമ ചോദിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഈ ഒളിച്ചോടി, പേടിച്ചു പോയി, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ശ്രീ മഞ്ജുഷ്, ഇതൊക്കെ സ്കൂൾ ഡിബേറ്റ്സിലൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പേടിച്ചോടി, ഇതൊക്കെ നമ്മളൊക്കെ മെച്യൂർ ആയിട്ടുള്ള ആളുകളും മെച്യൂർ ആയിട്ടുള്ള പാർലമെന്റേഴ്സ് സംസാരിക്കേണ്ട ഭാഷയല്ല ഈ ഒളിച്ചോടി, പേടിച്ചു പോയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് വളരെ ബാലിശമായിട്ടുള്ള, ഇമ്മച്യൂർ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനകത്ത് കാണുന്നത് ഈ ഒരു സെഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ആയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ അതിന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കാണ്. അതിലൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി അല്ല പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് തന്നെ വേറെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ മെച്യൂർ ആയിട്ട് ഒരു നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു. ഇൻക്ലൂഡിംഗ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി മെച്യൂരിറ്റി കാണിച്ചാണ്. ഒന്നത്. രണ്ടാമത്, എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറേണ്ടുള്ളത് എന്ന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഞാൻ ബി.ജെ.പി നിന്ന് കണ്ടുപിടിക്കണം ഞാൻ പറയുന്നില്ല, കോൺഗ്രസിന് തന്നെ കേരളത്തിൽ തന്നെ ശ്രീ വി ഡി സതീശൻ എങ്ങനായിരുന്നു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ പല ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട്, പല രീതിയിലുള്ള ഞങ്ങൾക്ക് പ്രതിഷേധവും മറ്റു കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു ബി.ജെ.പി വക്താവ് എന്നുള്ള നിലയിൽ പോലും ഞാൻ പറയുകയാണ്, ശ്രീ രാഹുൽ ഗാന്ധി പഠിക്കണമെങ്കിൽ, എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ ശ്രീ വി ഡി സതീശനെ കണ്ടുവേണമെങ്കിൽ അദ്ദേഹം പഠിക്കണം. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ, ആരാണ് അദ്ദേഹത്തിന് ഈ അഡ്വൈസ് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്ത് സ്ട്രാറ്റജി ആണെന്നും തന്ത്രപരമായ വീഴ്ച എന്താണ് ഡിന്നി? ഞാൻ പറഞ്ഞുതരാം എക്സാക്ട്ലി ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ശ്രീ മഞ്ജുഷ്, ജൂൺ 6 തീയതിയാണ് CJP പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത്. 20 ജൂലൈ ആണ് പാർലമെന്റ് സെഷൻ തുടങ്ങുന്നത്. ആ 20 ജൂലൈ വരെ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇല്ലായിരുന്നു, 10-25 ദിവസം പുറത്തായിരുന്നു. എവിടാണെന്ന് കോൺഗ്രസ്സുകാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിസിറ്റ് ആവാം. ഓൾദോ അത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണെന്ന് നമ്മൾ മറക്കരുത്. എന്നാലും അത് ഞാൻ വിട്ടിരിക്കുകയാണ്, അതിനകത്ത് എങ്ങോട്ട് പോയി എന്നൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അദ്ദേഹം എങ്ങുമില്ലായിരുന്നു. 20 ജൂലൈയിലേക്ക് CJP എന്ന് പറയുന്ന ആ കൂട്ടർ അവർ പാർലമെന്റിൽ മാർച്ച് നടത്തുന്നു, വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്നു, അവിടെ ധാരാളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റുന്നു, ധാരാളം പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നു. ജൂലൈ 21 തീയതി ശ്രീ ഖാർഗെയുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ വരുന്നു. അവിടുന്ന് നേരെ പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻസിലേക്ക് പോകുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഒരു ഘേരാവ് പോലെ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അത് പ്യൂർലി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ടാക്ടിക്സ് ആണ്. എന്നിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ജിതേന്ദ്ര സിംഗ് മിനിസ്റ്ററിനെ അയച്ചു. അവിടെ ചെന്ന് ശ്രീ രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം? അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞങ്ങൾക്ക് പാർലമെന്റിൽ നീറ്റ് ഇഷ്യൂവും ഭാരതത്തിന്റെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. അവിടെ നിന്ന് തന്നെ ശ്രീ ജിതേന്ദ്ര സിംഗും ഹോം സെക്രട്ടറിയും ഫോൺ ചെയ്ത് സംസാരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, ഓക്കെ, എഗ്രീഡ്, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ കേൾക്കാം, നമുക്ക് പാർലമെന്റിൽ ഇതിനകത്ത് ചർച്ച ചെയ്യാം. ഉടനെ എടുത്ത വായിൽ ശ്രീ രാഹുൽ ഗാന്ധി പറയാണ്, ഇല്ല, ഇപ്പൊ എന്റെ ഇത് മാറി, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ ആണ്. അപ്പൊ ശ്രീ ജിതേന്ദ്ര ചോദിക്കുകയാണ്, നിങ്ങളല്ലേ എന്റെ അടുത്ത് ഈ ഒരു നിമിഷം മുമ്പ് പറഞ്ഞത് ഇതാണ് ആവശ്യമെന്ന്? അതല്ല, അബ് മേരി മർസി, അതായത് എന്റെ ഇഷ്ടമാണെന്ന്. ആ രീതിയിലുള്ള പക്വതയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അത് എന്തിട്ട് പറ്റി? അപ്പൊ ശ്രീ ജിതേന്ദ്ര പറഞ്ഞു, നിങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് മാറി അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് നല്ലൊരു സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഇഷ്യൂസ് ആണ്. അതും പറഞ്ഞു, മേരി മർസി, ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന്. അപ്പൊ എന്ത് പറ്റി? പോലീസുകാരൊക്കെ വന്ന് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും അദ്ദേഹത്തിന് അടുത്ത ദിവസത്തെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നതെന്ന് ഓർക്കണം. പിന്നീട് എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്? ഞാൻ മോദി അമിത്ഷാ ഉത്തരം പറയണം. അമിത്ഷാ ഉത്തരം പറയുന്നതിന്റെ എന്താണ് അവരുടെ രീതി നോക്കുക എങ്ങനെയാണ്. അദ്ദേഹം അവിടെ സ്പീച്ച് തുടങ്ങിയത് എങ്ങനെയാണ്? എല്ലാം ഇഡിയറ്റ്സ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം സ്പീച്ച്. ഈ ഒരു ഭാഷ നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു പാർലമെന്റ് സെഷനിൽ ഇങ്ങനത്തെ ഒരു ഭാഷ കേട്ടിട്ടുണ്ടോ? ഇഡിയറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത്. അദ്ദേഹം നേരിട്ട് ശ്രീ അമിത്ഷാ പറയുന്നത് എന്താണെന്നൊന്നും കേൾക്കാൻ ആഗ്രഹമില്ല. റെസിഗ്നേഷൻ ചെയ്യണം. എന്താണ്? ആരാണ് പെല്ലറ്റ് ഗൺസ് ഉപയോഗിച്ചത്? അത് അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ റെസിഗ്നേഷൻ ചെയ്യണം. അമിത്ഷാ അല്ലെങ്കിൽ എന്നാലും അമിത്ഷാ ചെയ്യണം, കാരണം അമിത്ഷാ അറിഞ്ഞില്ല എന്നുള്ള നിലയിൽ. അതായത് ഒരു കാരണവശാലും കേൾക്കാൻ എന്താണെന്നല്ല, നേരെ അമിത്ഷാ രാജിവെക്കണം, മോദി മാപ്പ് പറയണം. ഇതായിരുന്നു അവരുടെ ഡിമാൻഡ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിരൺ റിജിജു അദ്ദേഹം നേരിട്ട് പോയി ശ്രീ രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചു. ഓക്കെ, ശരി, അമിത്ഷാ ഞങ്ങളുടെ പാർലമെന്റിൽ വരാം, അദ്ദേഹം സംസാരിക്കും, നിങ്ങൾ കേൾക്കൂ. അതായിരുന്നല്ലോ അമിത്ഷാ പാർലമെന്റിൽ വരണമെന്നായിരുന്നല്ലോ പിന്നെ ഒരു 5-6 ദിവസത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ ആവശ്യം. അതിന് റെഡിയായി. ശരി, അമിത്ഷാ പാർലമെന്റിൽ വരാം,
നിങ്ങൾ പക്ഷെ അദ്ദേഹത്തിനെ സംസാരിക്കാൻ അനുവദിക്കണം. അതൊരു ഒരു ഒരു ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ? കൃത്യം 11 മണിക്കാകുമ്പോൾ പ്ലക്കാർഡും പിടിച്ചിട്ട് അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെയും അവർ ഗോൾ പോസ്റ്റ് മാറ്റി. ശ്രീ റിജിജു വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ശ്രീ അമിത് ഷാ വരും, സംസാരിക്കും, നിങ്ങൾ അതിന് അനുവദിക്കണം. കേട്ടില്ല. ഇനി ശ്രീ അമിത് ഷാ തന്നെ ഇന്നലെ പറഞ്ഞു, ഞാൻ 24 മണിക്കൂർ, അതായത് ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. അവസാനം അമിത് ഷാ തന്നെ പറഞ്ഞു, ഞാൻ 24, ഇന്നലെ 3 മണി തൊട്ട് ഇന്ന് 3 മണി വരെ നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങളെ ഫുൾ ചർച്ച ചെയ്യാം. അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് അദ്ദേഹത്തിന്റെ ലെക്ചർ കേൾക്കാൻ ഞങ്ങൾക്ക് ഇതില്ല എന്ന്. അപ്പൊ ഈ പാർലമെന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് സംവാദം അല്ലാതെ പിന്നെ എന്താണ്, ഗുസ്തിയാണോ നടത്തുന്നുള്ളത്? ഇവർ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രസ്താവനയാണ് ആവശ്യപ്പെട്ടിരുന്നത്, ചർച്ചയായിരുന്നില്ല. അല്ല, ഒരു പ്രസ്താവനയ്ക്ക് 20 ദിവസമാണ് മഞ്ജുഷ എടുത്തത്. മതിയല്ലോ. താങ്കൾ എന്തുകൊണ്ട് പെലറ്റ് ഗൺ ഉപയോഗിച്ചു? ഒരൊറ്റ ചോദ്യം മതിയല്ലോ. ക്വസ്റ്റ്യൻ അവറിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടാ പോരെ, എന്തിനാ ഡിസ്കഷൻ? ശ്രീ സിബി, ഒറ്റ ഒരു കാര്യം, ഞാൻ ഇടപെടുന്ന എനിക്കൊരു ശീലമില്ല, അങ്ങ് പറയുമ്പോൾ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഒരു പാർലമെന്റിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അവിടെ വന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ല പറയാനുള്ളത്, അതിനൊരു ഡിസ്കഷൻ ആണ് നടക്കുന്നുള്ളത്. പാർലമെന്റ് ഡിസ്കഷൻ. അതാണ് ഞാൻ ശ്രീ ശശി തരൂരിന്റെ, നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ ഡോക്ടർ ശശി തരൂർ ഇതിനെ കംപ്ലീറ്റ് വിയോജിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പ്രതിപക്ഷത്തിന് അവിടെ സംസാരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർ തന്നെ പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ, അതായത് അദ്ദേഹം പറഞ്ഞെന്താ, സടക്ക കാം സടക് മേ, സൻസദ് ക കാം സൻസദ് മേ, അതായത് തെരുവിൽ നടത്താനുള്ള കാര്യം തെരുവിലും സഭയിൽ നടത്താനുള്ള കാര്യം സഭയിലും. അതാണോ ചെയ്യുന്നത് ഇവിടെ? അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, അതായത് എന്താ പറഞ്ഞ, ഓപ്പോസിഷൻ ഷുഡ് ഹാവ് ഇറ്റ്സ് സേ ആൻഡ് ഗവൺമെന്റ് വിൽ ഹാവ് ഇറ്റ്സ് വേ. അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ വോട്ടുണ്ട്, അല്ല സോറി നമ്പേഴ്സ് ഉണ്ട്, അപ്പം ഗവൺമെന്റ് ആവും. പക്ഷെ സേ എന്ന് പറയുന്നത് ഓപ്പോസിഷന്റെ ആണ്. നിങ്ങൾ ഈ പ്രക്ഷോഭം ചെയ്തുകൊണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ ഈ മുടക്കിയുണ്ട്, എന്താണ് നടന്നത്? ഒരു കാര്യം അവിടെ റെക്കോർഡിൽ വന്നില്ല, ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. 11 മണിക്ക് നിങ്ങൾ തുടങ്ങും, സ്പീക്കർ റിക്വസ്റ്റ് ചെയ്യും, ബാക്കിയുള്ളവർ റിക്വസ്റ്റ് ചെയ്യും, 11:03 ആകുമ്പോൾ സഭ മാറ്റിവെക്കും. എന്താ നടന്നത്? എന്തെങ്കിലും നേടിയോ? ഒന്നും നേടിയില്ല. അപ്പം ബില്ല് പാസ്സാക്കാനുള്ള കാര്യങ്ങൾ ബില്ല് പാസ്സാക്കി, FCRA ബില്ല് JPC-യിലേക്ക് വിടുന്നത്, അത് JPC-യിൽ വിട്ടു. അപ്പൊ അവസാനം പറഞ്ഞത് വെച്ചാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി ഇത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? നേരത്തെ എനിക്കൊന്ന് ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ആയിരുന്നു, ഞാൻ വരുന്ന സമയത്ത് ഞാൻ കേട്ടിരുന്നു, ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സഭ നടന്നിരുന്നെങ്കിൽ രാമക്ഷേത്രം ആയാലും ശരി, FCRA ബില്ല് ആയാലും ശരി, ഹോം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം കേൾക്കാമായിരുന്നു. പക്ഷെ കേൾക്കാൻ താല്പര്യമില്ല എന്ന് സ്വയം പറഞ്ഞു വരുമ്പം ആർക്കാണ് നഷ്ടം വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഇത് വേറൊരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിരുന്നെങ്കിൽ, ഇത് ഇങ്ങനെ അല്ലായിരുന്നു ഹാൻഡിൽ ചെയ്യുന്നത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? മറ്റൊരാളായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിൽ ഈ രീതിയിലായിരുന്നില്ല ഇത് കൈകാര്യം ചെയ്യുന്നത്, ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം നേടിയെടുക്കുമായിരുന്നു എന്ന്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? വളരെ സൗകര്യപ്രദമായ രീതിയിൽ സഭ പിരിയുന്നത് വരെ ഈ വിഷയത്തിൽ ഒന്നും തുറന്നു പറയുവാൻ കേന്ദ്ര സർക്കാരിന് അവസരം കൊടുക്കാൻ ആയില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അതിന്റെ ആവശ്യം വന്നില്ല. മഞ്ജുഷ്, ഇത് ഹൈപ്പോത്തറ്റിക്കലാണ്. ഈ ചോദ്യം വളരെ ഹൈപ്പോത്തറ്റിക്കലാണ്. മറ്റൊരാളായിരുന്നു എങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ കുറച്ചുകൂടി സമചിത്തതയുള്ള ഒരാൾ, വിത്തിൻ കൊട്ടേഷൻ സമചിത്തത കാട്ടുന്ന ഒരാൾ ആയിരുന്നു എങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു. അമിത്ഷായെ സഭയിൽ വരാൻ അനുവദിക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.